നമ്മൾ ജീവിക്കാൻ വേണ്ടി കൊച്ചൊരു കച്ചവടം തുടങ്ങിയതാണ്. അതുകൊണ്ട് ഇവിടെ ആ മീൻപിടിപ്പാറയിൽ ആ കടക്കാരൻ വന്ന് ഇവിടെ അടച്ചു വെച്ച് അവിടെ ഇടയ്ക്ക് അങ്ങ് അടച്ച്. അതുകൊണ്ട് ഒരുത്തരും ഇവിടെ നമ്മുടെ കടയിലോട്ട് വരത്തില്ല സാറേ. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് 2 പേര് ഇറങ്ങി വന്നാൽ ഈ കടയിലോട്ട് വരാൻ സമ്മതിക്കത്തില്ല. ഇത് അടച്ചു വെച്ചിരിക്കുന്നതാണ് ജനങ്ങൾക്കും ബുദ്ധിമുട്ട്, ഞങ്ങൾക്കും ബുദ്ധിമുട്ട്. അത് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി കിട്ടിയാൽ നമ്മുടെ ജീവിത പ്രശ്നം നടന്നേനെ. ജനങ്ങളുടെ അസൗകര്യങ്ങൾ മാറ്റി കൊടുക്കാൻ വേണ്ടി എന്തെങ്കിലും ഈ ചാനൽ അതൊരു ഉപകാരം ചെയ്തു തരണം. അതേ ഞങ്ങൾക്ക് അതേ പ്രത്യേകിച്ച് പറയാനുള്ളൂ. കൊട്ടാരക്കര സെൻറ്റ് ഗ്രിഗോറിയസ് കോളേജിൽ നിന്ന് 1/2 കിലോമീറ്റർ മാറിയാൽ 2 കുന്നുകളുടെ ഇടയിൽ കൂടി ഒഴുകി വരുന്നതായ ജലാശയം വന്നിരുന്ന സ്ഥലമാണ് കൊട്ടാരക്കര മീൻപിടിപ്പാറ എന്ന് പറയുന്ന സ്ഥലം. ഈ മീൻപിടിപ്പാറയുടെ 2 സൈഡുകളും എൻ്റെ ഭൂമി ആയതുകൊണ്ട് ബഹുമാനപ്പെട്ട ഐഷ പോറ്റി എം എൽ എ ആയിരുന്ന സമയത്ത് 2014 ഒരു 20 സെൻറ്റ് ഭൂമിയോളം ഞാൻ DTPCക്ക് ഡിസ്ട്രിക്ട് ടൂറിസ്റ്റ് പ്രൊമോഷൻ കൗൺസിലിന് കൊടുത്തുകൊണ്ട് ഇവിടെ ഇത് ഡെവലപ്പ് ചെയ്യുകയും ഞങ്ങളത് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ ദേശവാസികളെല്ലാം കൂടി അവരുടെ പരിശ്രമം കൊണ്ടാണ് ഇത്രയും ഇവിടെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിച്ചത്. ഇത് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത്, ഇത് DTPCയുടെ കയ്യിലാണെങ്കിലും ഇവിടുത്തെ സെക്യൂരിറ്റികളും അനേകം പാകപ്പിഴകൾ ഇവിടെ വന്നിട്ടുണ്ട്. കാരണം ഇവിടെ വരുന്നതായ സെക്യൂരിറ്റികൾ അല്ലെങ്കിൽ ഇവിടുത്തെ ഗാർഡനറെ ഇവിടെ ചെയ്യുന്നതായ പണികളൊന്നും യഥാർത്ഥത്തിൽ ഈ ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ടൂറിസ്റ്റിന്, അതായത് ഇവിടുത്തെ സഞ്ചാരികൾക്ക് യോഗ്യമായ രീതിയിലല്ല അത് മുന്നോട്ട് നീങ്ങുന്നത്. കാരണം ശരിയായ രീതിയിലുള്ളതായ ക്ലീനിങ് സെക്ഷന്, അതേപോലെ തന്നെ ബാത്റൂം ക്ലീനിങ്, 2 സൈഡിലുള്ള പ്ലാസ്റ്റിക് വലിച്ചെറിയൽ, ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ധാരാളം ഇവിടെ ഉള്ളതുകൊണ്ട് ഈ സഞ്ചാരികൾ വളരെയധികം ബുദ്ധിമുട്ടുകയാണ്. ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് 2 സൈഡിൽ കൂടി ഇറങ്ങാനുള്ളതായ വഴികളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും DTPCയുടെ അനുവാദം കൂടാതെ അവരുടെ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഒരു സൈഡ് അവിടെ അടച്ചു വച്ചിരിക്കുകയാണ്. അടച്ചു വച്ചിരിക്കുന്നത് കൊണ്ട് ഇവിടെ സഞ്ചാരികൾ ഇങ്ങോട്ട് വരുമ്പോൾ അവരിവിടം വരെ വന്ന് നിന്ന് നേരത്തെയൊക്കെ സെൽഫി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ആ സെൽഫി എടുക്കാനുള്ള സ്ഥലത്തെല്ലാം നമ്മളെ ഈ ഫ്ലവർ ബേസ് കൊണ്ടുവന്ന് നിരത്തി വെച്ചിട്ട് അത് അവർ കംപ്ലീറ്റ് അടച്ചിരിക്കുകയാണ്. സഞ്ചാരികൾ വന്നിട്ട് അവിടെ നിന്നുകൊണ്ടാണ് സെൽഫി എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊരു ഉയർന്ന സ്ഥലവും 2 ബെഞ്ചും കിടന്നിരുന്നതാണ്. ഇതൊക്കെ മാറ്റിയിട്ട് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അവിടെ ചെടിച്ചട്ടികളൊക്കെ വെച്ച് അവിടെ 2 ഫെൻസ് കൊണ്ട് അടച്ചിട്ട് അവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ധാരാളമുണ്ട്. പക്ഷേ അത് അവർ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ അടച്ചു വച്ചിരിക്കുന്നതുകൊണ്ട് സഞ്ചാരികൾ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. ഇത് പല പ്രാവശ്യം ഞാൻ DTPC അറിയിച്ചിട്ടുള്ളതും അവ പല പ്രാവശ്യം ഇവരെ വന്ന് അഡ്വൈസ് ചെയ്തിട്ടുള്ളതും, എന്നാൽ അവർ യഥാക്രമം അത് ശരിയായ രീതിയിൽ നിയന്ത്രിക്കാത്തതിൻ്റെ പേരിൽ ഇപ്പോഴും സഞ്ചാരികൾ ബുദ്ധിമുട്ടുകയാണ്. രണ്ടാമതായിട്ട് പറയാനുള്ളത്, ഇത് നല്ല ഒഴുക്കുള്ളൊരു സ്ഥലമായതുകൊണ്ട് അപകട സാധ്യത ഉള്ള ഒരു മേഖലയാണ്. ഇതിൻ്റെ ഇരുവശത്തും ചെറിയ ടയറുകൾ ഭിത്തിയിലിങ്ങനെ തൂക്കിയിട്ടാൽ ഒഴുകിപ്പോകുന്നവർക്ക് പിടിച്ചു നിൽക്കാനുള്ളതായ ഒരു സൗകര്യം അവിടെ ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും. രണ്ടാമത് മെയിൻ കുഴിയിലോട്ട് ഇറങ്ങാനുള്ളതായ സ്റ്റെപ്പുകൾ അവിടെ ഉണ്ട്. എങ്കിൽ തന്നെയും അവിടെ അടച്ചിരിക്കുന്നതുകൊണ്ട് സഞ്ചാരികൾക്ക് അവിടെ ഇറങ്ങാനുള്ളതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നേരിടുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ സഞ്ചാരികൾക്ക് വളരെയധികം പ്രയോജനപ്പെടുകയും ശരിയായ രീതിയിൽ മീൻപിടിപ്പാറ വലിയൊരു ടൂറിസ്റ്റ് സെൻ്ററായി മാറി ഡെവലപ്പ് ചെയ്യാനുള്ളതായ ധാരാളം സോഴ്സുകൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ചുമതല DTPC നേരിൽ വന്ന് കണ്ട് ഞങ്ങൾ ഈ പ്രസ്ഥാനത്തെ, അതായത് മീൻപിടിപ്പാറ ടൂറിസ്റ്റ് ഡെവലപ്മെൻറ്റ് കൗൺസിൽ 2014 രജിസ്റ്റർ ചെയ്ത ഈ ദേശവാസികളുടെ പരിശ്രമം കൊണ്ടാണ് ഇത്രയായത്. അവരെയും കൂടെ മുൻനിർത്തിക്കൊണ്ട് ഇതിൻ്റെ ശരിയായ ദിശയിലേക്ക്, ഇതിൻ്റെ വളർച്ചയിലേക്ക് ധാരാളം സഞ്ചാരികൾ ഇനി വരുന്നതിന് വേണ്ടി ശരിയായ രീതിയിൽ പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.